നമ്മൾ ചെറിയൊരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. ഫ്ലവറിൻ്റെ സെൻറ്ററിന് ഞാൻ സെലക്ട് ചെയ്ത കളറ് യെല്ലോയും ഫ്ലവറിൻ്റെ പെറ്റലിന് വൈറ്റും. പിന്നെ സെലക്ട് ചെയ്തിരിക്കുന്ന ഹുക്ക് 2.5 mm ഹുക്ക്, പിന്നെ ഒരു ഹുക്ക് മാർക്കറും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു മാജിക് റിംഗ് ഫോം ചെയ്യണം. എന്നിട്ട് റിങ്ങിൻ്റെ പുറത്തായിട്ട് ഇവിടെ ലോക്ക് ചെയ്യുന്ന പോലെ യാൺ ഒന്ന് ചുറ്റി ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഒരു ചെയിൻ എടുക്കണം. അങ്ങനെ അവിടെ നമ്മളൊരു ചെയിൻ ഫോം ചെയ്തു. ഇനി വിരൽ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വിരലിങ്ങനെ വെച്ചിട്ട് കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇനി റിങ്ങിൽ ഈ മാജിക് റിങ്ങിനകത്ത് നമ്മൾ 6 സിംഗിൾ ക്രോഷേ ചെയ്യണം. അതിന് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് കയറ്റുക, യാൺ ചുറ്റിക്കുക, വലിക്കുക, ഈ 2 ലൂപ്പിൽ കൂടി കയറ്റുക. വീണ്ടും റിങ്ങിൻ്റെ ഉള്ളിൽ യാൺ ചുറ്റുക. ഇപ്പോൾ 2 സിംഗിൾ ക്രോഷയായി. 3 4 5 6. അപ്പോൾ ഈ മാജിക് റിങ്ങിൽ 6 സിംഗിൾ ക്രോഷേ. ഇനി മാജിക് റിങ് ക്ലോസ് ചെയ്യണം. അതിന് ഈ ടെയിലെൻഡ് പിടിച്ചിട്ട് മെല്ലെ വലിക്കുക. ഇനി മാജിക് റിങ് നമുക്ക് ക്ലോസ് ചെയ്യണം. കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കളറ് ആഡ് ചെയ്യും വേണം. നമ്മുടെ ഈ മാജിക് റിങ്ങിൻ്റെ ആദ്യം തുടങ്ങിയ അടുത്ത് ഫസ്റ്റ് നമ്മുടെ സിംഗിൾ ക്രോഷയില്ലേ മാജിക് റിങ്ങിലെ, ആ സിംഗിൾ ക്രോഷയിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി നമ്മുടെ നെക്സ്റ്റ് കളറ് യാൺ എടുക്കുക. അത് ഈ 2 ലൂപ്പ് യെല്ലോ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുക. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ സ്പേസ് കണ്ടോ, അവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അവിടെ നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷേ ആ സ്പേസിലാണ് ചെയ്യാൻ പോകുന്നത്. യാൺ ഒന്ന് ചുറ്റിക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, യാൺ വീണ്ടും വലിക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ ഇവിടെ 3 ലൂപ്പ് വന്നു. ഈ യാൺ ഒന്നും കൂടി ചുറ്റി ഈ 3 ലൂപ്പിലും കൂടി എടുക്കുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. ഇതിലൊന്നും കൂടി ഒരു ഹാഫ് ഡബിൾ ക്രോഷയും കൂടി ചെയ്യണം. ഇപ്പോൾ 2 ഹാഫ് ഡബിൾ ക്രോഷേ ആയി. ഇനി അടുത്തത് ഒരു ചെയിൻ ഫോം ചെയ്യണം. യാൺ ഒന്ന് ചുറ്റുക, അതായത് ഈ പെറ്റലിൻ്റെ അറ്റം ഒരു ചെയിനായി. ഇനി ഇത് ഇവിടെ നെക്സ്റ്റ് സ്പേസിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ആ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഒന്ന് ചുറ്റിക്കുക, ഇതിലെടുക്കുക. ഇനി ഈ ഫസ്റ്റ് യാൺ സെക്കൻഡ് യാണിൻ്റെ ഉള്ളിൽ കൂടി വലിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഫോം ചെയ്തു. ഇനി നെക്സ്റ്റ് പെറ്റലിൻ്റെ സൈഡ് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെയിൻ 1 ചെയ്യുക, ഒരൊറ്റത്താണ് ചെയിൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് ഹുക്ക് സ്പേസിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ, യാൺ ചുറ്റിക്കുക,
3 ലൂപ്പിൽ കൂടി എടുക്കുക. വീണ്ടും യാൺ ചുറ്റുക. ആ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ചുറ്റുക. ഈ 3 ലൂപ്പിൽ കൂടി യാൺ ചുറ്റി പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ഇവിടെ 2 ഡബിൾ ക്രോഷേ ആയി. ഇനി ഈ പെറ്റലിൻ്റെ എൻഡ് ഫോം ചെയ്യാൻ ഒരു ചെയിൻ ചെയ്യുക. ഇനി നേരത്തെ ചെയ്ത പോലെ ഈ നെക്സ്റ്റ് സ്പേസിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിൻ ചെയ്യുക. ഈ സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് സ്പേസിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ 1 ചെയിൻ, 1 സ്ലിപ്പ് സ്റ്റിച്ച്, 1 ചെയിൻ, 2 ഹാഫ് ഡബിൾ ക്രോഷേ, 1 ചെയിൻ, 1 സ്ലിപ്പ് സ്റ്റിച്ച്, 1 ചെയിൻ. നമ്മൾ നേരത്തെ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ യെല്ലോൻ്റെ വർക്ക് ഫിനിഷായി. അപ്പം നമുക്ക് യെല്ലോ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഹുക്കിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ. ഇനി നെക്സ്റ്റ് ഇവിടെ സ്പേസിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, ഇനി ഒരു ചെയിൻ. നെക്സ്റ്റ് ഹുക്ക് സ്പേസിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ, ഇപ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ആയി. ഇനി രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ, ചെയിൻ 1. നെക്സ്റ്റ് സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1, രണ്ട് ഡബിൾ ക്രോഷേ, രണ്ടാമത്തെ ഒരു ഡബിൾ ക്രോഷയും രണ്ടാമത്തെ ഡബിൾ ക്രോഷയും കൂടി ആ സ്പേസിൽ. ഇനി പെറ്റലിൻ്റെ എൻഡ് ചെയിൻ 1 സ്പേസിൽ ഇൻസേർട്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. ഇത് കുറച്ച് ലോങ് കൊടുക്കാം. ഇനി യാൺ കട്ട് ചെയ്യാം. ഈ എൻഡുകൾ നിങ്ങൾക്ക് ടൈ ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇവിടെ സെൻറ്ററിൽ സ്പേസ് വരില്ല. നേരത്തെ നമ്മൾ വലിച്ചത് കുറച്ചൊന്ന് ലൂസായിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഹോള് പോലെ. ഇല്ലെങ്കിൽ അങ്ങനെ ഹോൾ ഉണ്ടാവില്ല. ഇങ്ങനെ
ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള സെൻറ്ററുള്ള ഒരു ഫ്ലവർ ആയിരിക്കും. ഇത് സ്ലോ ആയിട്ട് ചെയ്തുകൊണ്ടാണ് കുറച്ചൊരു ഇതായിപ്പോയി.